2013 ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഒന്നായ സ്വീഡനിലെ ഓസ്കാർഷാം പ്ലാന്റിലെ ഓപ്പറേറ്റർമാർ ഭയന്നു വിറച്ചു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂളിംഗ് സിസ്റ്റം പണിമുടക്കിയിരിക്കുകയാണ്. കാരണം ഒരു സാങ്കേതിക തകരാറോ തീവ്രവാദി ആക്രമണമോ ഒന്നും ആയിരുന്നില്ല. പിന്നെയോ അവിടെ എത്തിയത് ഒരു നിശബ്ദമായ സൈന്യമായിരുന്നു. ലക്ഷക്കണക്കിനൊരു പ്രത്യേക ജീവികൾ വന്ന് ആ കൂളിംഗ് പൈപ്പുകൾ മുഴുവൻ അടച്ചു കളഞ്ഞു. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. ആ രാജ്യത്തിൻ്റെ 10% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടർ അങ്ങനെ അടിയന്തരമായിട്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഇനി വേറൊരു സംഭവമുണ്ട്. 2006 അമേരിക്കൻ നേവിയുടെ അഭിമാനമായിട്ടുള്ള കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന US റൊണാൾഡ് റീഗൺ എന്ന പടുകൂറ്റൻ കപ്പൽ ഓസ്ട്രേലിയയിൽ നിശ്ചലമായി. അത് ഓഫ്ലൈനായിട്ട് മാറി. ശത്രു വേറെ ആരുമല്ല, ഇതേ നിശബ്ദനായ കൊലയാളി തന്നെ. അതിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ കൂളിംഗ് സിസ്റ്റത്തെ മുഴുവൻ ഇത് ബ്ലോക്കാക്കിയിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമ്മുടെ ഏറ്റവും വലിയ സൈനിക ശേഷിക്കോ സാങ്കേതിക വിദ്യകൾക്കോ പോലും പ്രകൃതിയിലെ ചില ജീവികളുടെ മുന്നിൽ യാതൊരു വിലയുമില്ലെന്ന്. തീർന്നില്ല. 2009 ജപ്പാൻ്റെ തീരത്തൊരു മീൻപിടുത്ത ബോട്ട് യാതൊരു കാരണവുമില്ലാതെ ശാന്തമായ കടലിൽ മുങ്ങാൻ തുടങ്ങി. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. വലയിൽ നിറയെ മീനുകളായിരുന്നില്ല, പകരം ഓരോന്നിനും 200 കിലോഗ്രാം വരെ ഭാരമുള്ള ഭീമാകാരന്മാരായിട്ടുള്ള ഏതോ ജീവികളായിരുന്നു. ഈ ജീവികൾ വലയിൽ കുടുങ്ങിയതിൻ്റെ ഭാരം താങ്ങാനാവാതെയാണ് ആ ബോട്ടും അതിലെ മനുഷ്യരും കടലിലേക്ക് താണുപോയത്. അപ്പോൾ ആരാണ് ഈ നിശബ്ദനായ കൊലയാളി, ഈ ഭീകരജീവി? നമ്മൾ കടൽ തീരത്ത് വളരെ നിസ്സാരമായിട്ട് ചത്തടിഞ്ഞ് കിടക്കുന്ന കാണുന്ന ഒരു ജീവിയാണിത്. അത് ജെല്ലി ഫിഷാണ്. നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമായിട്ടുള്ളൊരു ജീവിയല്ല ഇത്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ, ഏറ്റവും വിജയകരമായിട്ടുള്ള ജീവിവർഗങ്ങളിലൊന്ന്. ദിനോസറുകൾ വരുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇവ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിജീവനത്തിൻ്റെ രാജാക്കന്മാരാണിവർ. കൂടുതൽ സങ്കീർണമായ എത്രയോ ജീവികളെ തുടച്ചു നീക്കിയ മഹാദുരന്തങ്ങളെപ്പോലും പുഷ്പം പോലെ അതിജീവിച്ച ജീവികൾ. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലം നമ്മൾ നേരിട്ടറിയാതെ തന്നെ ഈ ജീവിവർഗങ്ങൾക്ക് പുതിയ ആയുധങ്ങൾ കിട്ടിയിരിക്കുന്നു. 70 കോടി വർഷം പഴക്കമുള്ള ഒരു ജീവി നമ്മുടെ ഈ ആധുനിക ലോകത്തെ എങ്ങനെ പടിപടിയായി നിശ്ചലമാക്കുന്നു എന്നതിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഭീഷണിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ജീവിയുടെ ഡിസൈൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ശരീരം ഏകദേശം 95% വെള്ളമാണ്. തലച്ചോറില്ല, ഹൃദയമില്ല, രക്തമില്ല, എല്ലില്ല. വെള്ളത്തിൽ നിന്ന് നേരിട്ട് തൊലിയിലൂടെയാണ് ശ്വാസമെടുക്കുക. പക്ഷേ ഈ ഒരു സിംപ്ലിസിറ്റി ഒരു ബലഹീനതയല്ല. അതിൻ്റെ രഹസ്യം അതിൻ്റെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നിൻ്റെ അഭാവമാണ്. എല്ലാ കാര്യങ്ങളെയും കേന്ദ്രീകരിക്കുക സാധാരണ ജീവികളിൽ, നമ്മൾ ഉൾപ്പെടെ ഏത് ജീവിയെ നോക്കിയാലും തലച്ചോറാണ്. പക്ഷേ അങ്ങനെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തലച്ചോറിന് പകരം ശരീരം മുഴുവൻ പടർന്നു കിടക്കുന്നൊരു നെർവ് നെറ്റുള്ളൊരു ജീവിയാണ് ജെല്ലി ഫിഷ്. അതായത് അതിൻ്റെ ഒരു ഭാഗം നശിച്ചു പോയാൽ പോലും ബാക്കിയുള്ള ഭാഗം യാതൊരു കുഴപ്പവുമില്ലാതെ ജീവിക്കും. സിമ്പിൾ. പിന്നെ അതിൻ്റെ ആയുധങ്ങളുണ്ട്. മനോഹരമായ ടെൻഡക്കിളുകൾ എന്നറിയപ്പെടുന്ന കോടിക്കണക്കിന് വിഷമുള്ളുകൾ. ഏതെങ്കിലും ജീവി നേരിട്ടൊന്ന് സ്പർശിച്ചാൽ മതി, ജെല്ലി ഫിഷുകളുടെ ചില വിഭാഗങ്ങൾക്ക് ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ ഇത്തരത്തിൽ വിഷമുള്ള മുള്ളുകളെ പുറത്തേക്ക് എറിഞ്ഞ് അത് വന്ന് വീഴുന്ന ജീവികളെ നശിപ്പിക്കാൻ കഴിയും. ജെല്ലി ഫിഷുകളുടെ കൂട്ടത്തിലൊരു ഭീകരനുണ്ട്. അതിൻ്റെ പേരാണ് ബോക്സ് ജെല്ലി ഫിഷ്. അതിവേഗത്തിൽ നീന്താൻ കഴിവുള്ളൊരു കൊലയാളി. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് അതിൻ്റെ കണ്ണുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തലച്ചോറില്ലാത്തൊരു ജീവിക്ക് 24 കണ്ണുകൾ. അതും വെറുതെ ഇരിക്കുകയല്ല, ആ കണ്ണുകൾ കൃത്യമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട്. വഴിതെറ്റാതെ സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഇവ കണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ പോലെ കാഴ്ചകളുള്ള പല കണ്ണുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ജെല്ലി ഫിഷ് വെറുതെ ഒഴുകുകയല്ല, അവ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ജെല്ലി ഫിഷ് കൂട്ടം അതൊരു തുടക്കമല്ല, സത്യത്തിൽ അവരുടെ അധിനിവേശത്തിൻ്റെ, ജെല്ലി ഫിഷിൻ്റെ സൈന്യത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അതിൻ്റെ യഥാർത്ഥ സൈന്യം എന്ന് പറയുന്നത് ആരും കാണാതെ കടൽത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങളാണ്. ജെല്ലി ഫിഷുകളുടെ ഒരു വിചിത്രമായ ഇരട്ട ജീവിതമുണ്ട്. അതായത് നമ്മൾ കാണുന്ന ജെല്ലി ഫിഷുകളൊക്കെ തന്നെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ്. എന്നാൽ അവയുടെ ലാർവ കടലിൻ്റെ അടിത്തട്ടിൽ ഒരു പാറയിലോ മറ്റോ പറ്റിപ്പിടിച്ച് പോളിപ്പ് എന്നൊരു ജീവിയായിട്ട് മാറും. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്പേമും ഓവവും സാധാരണ വളർന്ന ജെല്ലി ഫിഷുകൾ കടലിലേക്ക് വിടുമ്പോൾ അത് കടലിൽ കിടന്ന് മെർജായിട്ട് പിന്നെ ആ പോളിപ്പ് ഏതെങ്കിലും സർഫസിൽ പോയി പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പോളിപ്പാണ് ജെല്ലി ഫിഷ് സൈന്യത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഇതൊരു ക്ലോണിങ് എഞ്ചിനാണ്.
അവിടെ ഇരുന്നുകൊണ്ട് അത് സ്വയം വിഭജിച്ച് ആയിരക്കണക്കിന് കോപ്പികളെ നോൺ സെക്ഷലി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സൈന്യത്തെ അത് സൈലൻ്റായി ഉണ്ടാക്കും. വെള്ളത്തിൻ്റെ താപനില ശരിയായ രീതിയിൽ വരുമ്പോൾ ഈ പോളിപ്പ് സൈന്യത്തിന് ഒരു സിഗ്നൽ കിട്ടും. അവയെല്ലാം ഒന്നിച്ചുണരും. പിന്നെ ഓരോ പോളിപ്പിൽ നിന്നും 100 കണക്കിന് കുഞ്ഞ് ജെല്ലി ഫിഷ് ക്ലോണുകളാണ് പുറത്തു വരിക. അപ്പോൾ നമ്മൾ കാണുന്ന കൂട്ടം അതൊരു ലൈംഗിക പ്രജനനത്തിൻ്റെ റിസൾട്ട് അല്ല, മറിച്ച് കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ക്ലോണിംഗ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടിതമായ റിലീസാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഭാഗം. നമ്മൾ പ്രവൃത്തികളിലൂടെ ഈ ഒളിഞ്ഞിരിക്കുന്ന സൈന്യത്തിന് വളരാനും അത് സജീവമാകാനും അറ്റാക്ക് ചെയ്യാനുമുള്ള അനുയോജ്യമായ സാഹചര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞതുൾപ്പെടെ പല സംഭവങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അത് ന്യൂസിലാൻഡിൽ സംഭവിച്ചിട്ടുണ്ട്, ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്, സ്വീഡനിൽ സംഭവിച്ചിട്ടുണ്ട്, ഇസ്രായേലിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒന്നുകിൽ അവരുടെ പവർ പ്ലാന്റ് അല്ലെങ്കിൽ അവരുടെ ഫിഷിംഗ് ഏരിയ ഇതിലൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ജെല്ലി ഫിഷുകൾക്ക് വേണ്ടി നമ്മളൊരു പെർഫെക്റ്റ് കൊടുങ്കാറ്റ് ഒരുക്കി വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ റീസണാണ് അമിതമായ മീൻപിടുത്തം. സത്യത്തിൽ ജെല്ലി ഫിഷുകളെ തിന്നും തീർക്കുന്ന ചെറിയ മത്സ്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. സോ അവിടേക്ക് ജെല്ലി ഫിഷുകൾ വളർന്നു കയറും. 2, കാലാവസ്ഥാ വ്യതിയാനമാണ്. നമ്മൾ ഈ ലോകത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കടലിൻ്റെ ചൂട് കൂടും. അപ്പോൾ അവർക്കതൊരു സിഗ്നലായി മാറിയിട്ട് കൂടുതൽ പെറ്റ് പെരുകാൻ തുടങ്ങും. പെറ്റ് പെരുക മീൻസ് ക്ലോൺ ചെയ്ത് പെരുകും. അടുത്തതാണ് മലിനീകരണം. നമ്മൾ അവർക്ക് ശത്രുക്കളല്ലാത്തൊരു സ്വർഗ്ഗമാണ് പണിഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഈ ഓക്സിജൻ കുറഞ്ഞ ഡെഡ് സോണുകൾ നമ്മൾ ഉണ്ടാക്കാറില്ലേ? ഈ ഫാക്ടറിയിലെയും മറ്റും മാലിന്യങ്ങൾ കൊണ്ട് കടലിൽ തട്ടും, അല്ലെങ്കിൽ കടലിലേക്ക് തിരിച്ചുവിടും, പുഴകളിലൂടെയും മറ്റും. അങ്ങനെ ചെന്ന് കടലിൽ ചെന്ന് വീഴുന്ന സമയത്ത് അവിടെയുള്ള മത്സ്യങ്ങളൊക്കെ മരിക്കും. പക്ഷേ ഇത്തരം ഓക്സിജൻ കുറഞ്ഞ ഡെഡ് സോണുകളിൽ ജെല്ലി ഫിഷുകൾക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ അവർ വളരെ വലിയ രീതിയിൽ വളർന്നു വരാൻ തുടങ്ങും. സോ കടലിൻ്റെ അടിത്തട്ടിൽ പറ്റിപ്പിടിക്കാൻ പോളിപ്പുകൾക്ക് ഒരു ഉറപ്പുള്ള പ്രതലം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തിലൊരു സർഫസ് കടലിൽ അങ്ങനെ കിട്ടാറില്ല. ചിലപ്പോൾ വല്ല കടൽ തീരത്തോ ഏതെങ്കിലും പാറക്കെട്ടിലോ ഒക്കെ ആയിരിക്കും ഇത് വന്നിരിക്കുക. ഒരുപാട് ആഴത്തിലേക്ക് പോകത്തില്ല. അങ്ങനെ പോയി അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്. സോ സ്വാഭാവികമായിട്ടുള്ളൊരു സർഫസ് ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കടൽ തീരം മുഴുവൻ കടലാക്രമണത്തിനെയും മറ്റും പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ടുള്ള പുലിമുട്ടുകളും മറ്റും കൊണ്ടിടാറുണ്ട്. ആക്ച്വലി ഒരു മനുഷ്യത്വപരമായി നോക്കുമ്പോൾ അത് നല്ലതാണെങ്കിലും നമ്മൾ ഈ കൊണ്ടിടുന്ന പുലിമുട്ടുകൾ, മറ്റ് കൃത്രിമമായിട്ടുള്ള ഉപകരണങ്ങൾ, വലിയ വലിയ കപ്പലുകളുടെ അടിത്തട്ട്, എണ്ണക്കിണറുകൾ, കാറ്റാടിപ്പാടങ്ങൾ, കുഴിക്കുമ്പോൾ നമ്മളിടുന്ന പൈപ്പുകൾ, ഒയറുകൾ, തൂണുകൾ, ഇതെല്ലാം തന്നെ ജെല്ലി ഫിഷുകൾക്ക് ക്ലോണിംഗ് ഫാക്ടറി ആയിട്ട് മാറാൻ പറ്റുന്ന സർഫസുകളാണ്. സോ നമ്മൾ നമ്മുടെ തന്നെ എക്കോസിസ്റ്റത്തിൻ്റെയും നമ്മുടെ തന്നെ ഉപകരണങ്ങളുടെയും തകർച്ചയ്ക്ക് വേണ്ടി ഈ പറയുന്ന ജെല്ലി ഫിഷുകളെ നമ്മളറിയാതെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ റിസൾട്ടുകളാണ് ലോകം മുഴുവൻ കഴിഞ്ഞ 10-30 വർഷങ്ങൾക്കിപ്പുറമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പല മേഖലകളും അപകടത്തിലാണ്. എനർജി, മത്സ്യബന്ധനം, നമ്മുടെ എണ്ണക്കിണറുകൾ, കപ്പലുകൾ, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പല കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളും, ജപ്പാൻ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ വലിയൊരു വിഭാഗം ആളുകൾക്കും മീൻ പിടിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ കഴിയാത്തത് ജെല്ലി ഫിഷുകളുടെ ഈ ഒരു ശല്യം കൊണ്ടാണ്. ഒറ്റ രാത്രി കൊണ്ട് കൂട്ടത്തോടെ വന്നാണ് അവ ഇതെല്ലാം നശിപ്പിക്കുന്നത്. ഇതിനു പുറമെ മത്സ്യങ്ങളുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ഒരുപാടുണ്ടാക്കുന്ന ജെല്ലി ഫിഷുകൾ നശിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് അയല വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കടലിലെ ഒരുപാട് ജീവികളെ നശിപ്പിക്കുന്ന ഒരു നാച്ചുറൽ പ്രഡേറ്ററായിട്ട് ഈ കാണുന്ന ശരീരമില്ലാത്ത, രൂപമില്ലാത്ത, ഹൃദയമില്ലാത്ത, തലച്ചോറില്ലാത്ത ജീവികൾ ആയി മാറുന്നുണ്ട്. പക്ഷേ മുമ്പ് പ്രകൃതിക്കൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ലെതർ ബാക്ക് കടലാമ. ആമകളിലെ ഏറ്റവും വലിയവനായിട്ടുള്ളൊരു ജീവി, അല്ലെങ്കിൽ കടലാമകളിലെ ഏറ്റവും വലിയൊരു ജീവിയാണ് ലെതർ ബാക്ക്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏത് തരത്തിലുമുള്ള ജെല്ലി ഫിഷുകളാണ്. ഒരു ദിവസം സ്വന്തം ഭാരത്തോളം ജെല്ലി ഫിഷിനെ അതിന് തിന്നാൻ കഴിയും, അതായത് ഏകദേശം 200 കിലോഗ്രാമിലധികം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വ്യാവസായികമായിട്ട് മത്സ്യബന്ധനം നടത്താൻ വേണ്ടി വല വിരിക്കുന്ന സമയത്ത് ജെല്ലി ഫിഷുകളെ കൂട്ടത്തോടെ വളർത്തുന്ന അതേ മീൻപിടുത്തം തന്നെ അവയെ കൊന്നു നശിപ്പിക്കുന്ന ഇത്തരം ലെതർ ബാക്ക് ആമകളുടെ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും മറ്റ് എക്സിസ്റ്റൻസിനെയും കൊല്ലുകയും ജെല്ലി ഫിഷുകൾക്ക് വേണ്ടി നമ്മൾ 2 ഭാഗത്തു നിന്നും അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് സർഫസ് ഒരുക്കുന്നു, അവയെ തിന്നു തീർക്കുന്ന ജീവികളെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട അതിജീവനത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ജീവിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ടൂറിടോപ്സിസ് ഡോർണി എന്ന് പറയുന്ന ഒരു ജെല്ലി ഫിഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. അതാണ് മരണമില്ലാത്ത ജെല്ലി ഫിഷ്. അതായത് അതിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പ്രായമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരസുഖം വന്നു കഴിഞ്ഞാൽ അതിന് തൻ്റെ ജീവിതചക്രത്തെ പിറകോട്ട് തിരിച്ചതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു പോളിപ്പായി മാറാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ വീണ്ടും വളർന്ന് വലുതായിട്ട് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകും.
ജെല്ലി ഫിഷുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഘടകമാണ് രസതന്ത്രത്തിനുള്ള 2008 നോബൽ സമ്മാനം. ജെല്ലി ഫിഷിൽ നിന്ന് ഒരു പ്രത്യേകതരം പ്രോട്ടീൻ കണ്ടെത്തിയതിനാണ് അത് കൊടുത്തത്. ആധുനിക ജീവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് ഈ പ്രോട്ടീൻ മാറിയിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ വരെ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പറയുന്ന അമരനായിട്ടുള്ള അല്ലെങ്കിൽ മരണമില്ലാത്ത ജെല്ലി ഫിഷുകളുടെ ശരീരത്തിലെ DNA കാണപ്പെടുന്ന ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ സാന്നിധ്യമാണ് സത്യത്തിൽ അവയെ അധികം വയസ്സാകാൻ അനുവദിക്കാത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വലിയ തോതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, 1991 നാസ ഒരു കൂട്ടം ജെല്ലി ഫിഷുകളെ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ അവ എങ്ങനെ ജീവിക്കുന്നു എന്ന് പഠിക്കാനാണ് അത് ചെയ്തത്. പക്ഷേ ബഹിരാകാശത്ത് ജനിച്ച ജെല്ലി ഫിഷുകൾ ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ അവയ്ക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത് നമ്മുടെ ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രയിൽ ഒരു സിമ്പിൾ ന്യൂറൽ സിസ്റ്റം മാത്രമുള്ളൊരു ജീവിക്ക് അവിടെ ജനിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം വെല്ലുവിളി ഉണ്ടാകും എന്നുള്ള പഠനം ഭാവിയിൽ നമ്മൾ ബഹിരാകാശ യാത്ര നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ ഗ്രിഡുകൾ അടച്ചു പൂട്ടുന്നത് മുതൽ ഭാവിയിൽ ഒരുപക്ഷെ മനുഷ്യന് എല്ലാ കാലവും ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ വരെ ജെല്ലി ഫിഷിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരേ സമയം ദോഷവും അതേസമയം അതിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് പഠനവിധേയവുമാണ് എന്നർത്ഥം. ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരു ക്യാൻസർ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ നമ്മുടെ പ്രവൃത്തികളെ കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്ത് ജെല്ലി ഫിഷ് പ്രശ്നം പരിഹരിക്കാനും 70 കോടി വർഷം അതിജീവിച്ച ഒരു ജീവിവർഗത്തിന് എത്രമാത്രം അഡാപ്റ്റ് ചെയ്യാൻ കഴിയും പരിണാമത്തിലൂടെ എന്ന സാഹചര്യം മനസ്സിലാക്കി നമുക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനും സാധിക്കണം. അല്ലെങ്കിൽ ജെല്ലി ഫിഷുകൾ കടലുകൾ പിടിച്ചെടുക്കുന്നൊരു കാലം വളരെ വിദൂരമല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. നന്ദി.